ഒരു കാര്യം രാജ്ഭവൻ അറിയിക്കുന്നത് ഇങ്ങനെയാണ്. ദർ ഈസ് നോ ക്വസ്റ്റ്യൻ ഓഫ് ഡൂയിങ് എവേ വിത്ത് ഭാരത് മാത എന്ന് ഗവർണർ അറിയിക്കുകയാണ്. ഗവർണറുടെ ഓഫീസിൻ്റെ രാജ്ഭവൻ്റെ ഒരു വിശദീകരണമാണ് അതിൽ വരുന്നത്. ഷഫീദ് റാവുത്തർ കൂടുതൽ വിവരങ്ങൾ നൽകും. ഷഫീദ്, ഒരു ഔദ്യോഗിക വിശദീകരണമാണോ രാജ്ഭവൻ്റേത്? ഇക്കാര്യത്തിൽ ഒരു പുനർവിചിന്തനം ഉണ്ടാവില്ല എന്ന് തന്നെയാണോ ഗവർണർ അല്ലെങ്കിൽ രാജ്ഭവൻ പറയുന്നത് ഇപ്പോൾ? വിജയകുമാർ, അതായത് ഇന്ന് വിവാദമായിട്ടുള്ള അസാധാരണമായിട്ടുള്ള സംഭവങ്ങൾക്ക് വഴിവെച്ച രാജ്ഭവനിലെ ആ പരിപാടിയിൽ തന്നെ ഗവർണർ സംസാരിച്ച ചില കാര്യങ്ങളാണിത്. ദർ ഈസ് നോ ക്വസ്റ്റ്യൻ ഓഫ് ഡൂയിങ് എവേ വിത്ത് ഭാരത് മാത എന്നുള്ളതാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ പ്രതികരണം. അതായത് ഭാരതമാതാവിനെ ഒഴിവാക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ ഈ പരിപാടിയിലും ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം. ഭാരതമാതാവിൽ നിന്ന് ദേശസ്നേഹവും ദേശീയതയും സംബന്ധിച്ച നമ്മുടെ ആശയം അതുണ്ട്, അതിനെ പിൻവലിക്കുന്ന നടപടിയിലേക്ക് കടക്കില്ല, അതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം വിവാദമായിട്ടുള്ള ഈ കേരള സ്റ്റേറ്റ് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ രാജ്യപുരസ്കാർ വിതരണ ചടങ്ങിൽ, അതായത് മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങി വന്ന ചടങ്ങിൽ സംസാരിക്കവേ ഗവർണർ പറഞ്ഞു എന്നുള്ളതാണ് രാജ്ഭവൻ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്ന കാര്യം. അതായത് ആ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് രാജ്ഭവൻ അറിയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം ഇതുവരെയും രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും ഒക്കെ ഇന്നലെ പറഞ്ഞതുപോലെ ഔദ്യോഗിക പരിപാടിയിൽ നിന്ന് ഭാരതമാതാവിനെ ഒഴിവാക്കും എന്നുള്ളൊരു ഔദ്യോഗിക വിശദീകരണം ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഭാരതമാതാവിന്റെ ചിത്രം അത് ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് അത് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ആവർത്തിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഇക്കാര്യത്തിൽ ഈ വിവാദങ്ങൾക്ക് ശേഷം സംസ്ഥാന സർക്കാരുമായി രാജ്ഭവനോ ഗവർണറോ സംസാരിച്ചു എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് ആ വിഷയത്തിൽ സർക്കാരിന് ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെ ഒരു ഉറപ്പിനെ കുറിച്ച് രാജ്ഭവൻ ഔദ്യോഗികമായി പറയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, ഈ രാജ്ഭവനിൽ നിന്ന് ഭാരത് മാതാവിനെ അല്ലെങ്കിൽ ഭാരത് മാതാവിനെ ഒഴിവാക്കി നിർത്തിയ ഒരു കാര്യത്തിനും ഇല്ല എന്നുള്ളതാണ്. സംശയമില്ലാതെ ഇക്കാര്യത്തിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ, വിശ്വനാഥ് ആർലേക്കർ ഈ വിഷയത്തിൽ പറയുന്ന കാര്യം. സ്വാഭാവികമായും ഒരു പക്ഷേ ഇനിയിപ്പോൾ നടന്നിരിക്കുന്ന ഈ വിവാദത്തിൽ അതിൽ ഔദ്യോഗികമായിട്ടൊരു പ്രതികരണം, ഒരു വിശദീകരണം രാജ്ഭവന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമോ, സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെടുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അതേസമയം മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നിലപാട് കടുപ്പിക്കാൻ മുഴുവൻ മന്ത്രിമാരോടും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രത്തിൽ അല്ലെങ്കിൽ നിലവിലിപ്പോൾ വിവാദമായിട്ടുള്ള ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയോ വിളക്ക് കൊളുത്തിയോ ഒരു പരിപാടിയും സംസ്ഥാന സർക്കാർ സഹകരിക്കേണ്ടതില്ല എന്നുള്ള നിലപാട് അനൌദ്യോഗികമായി സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടു എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ഇക്കാര്യത്തിൽ ഭാരതാംബ ചിത്ര വിവാദത്തിൽ രാജ്ഭവൻ ഗവർണർ അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഇക്കാര്യത്തിലുള്ള കടുത്ത വിയോജിപ്പ് സംസ്ഥാന സർക്കാർ തുടർന്നും സ്വീകരിക്കുമെന്ന് മന്ത്രിമാർ തന്നെ വ്യക്തമാക്കുന്നു. ഇന്നലെ മുഖ്യമന്ത്രി ചില കാര്യങ്ങൾ പറഞ്ഞതാണ്, പക്ഷേ അങ്ങനെയല്ല എന്നതിൻ്റെ ഒരു തിരുത്തുകൂടിയാണ് ഇപ്പോൾ രാജ്ഭവനിലെ ഇന്നത്തെ പ്രതികരണങ്ങളും ഒക്കെ കാണുന്നത്. എന്തായിരിക്കും ഈ വിഷയത്തിലെ ഇനിയുള്ള നീക്കങ്ങൾ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകളിൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വന്നേക്കാം.